ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് ശ്രദ്ധേയനായ KJ പോൾ സാറിന് ഹൃദ്യമായ യാത്രയപ്പ് ഒരുക്കി. സഹപ്രവർത്തകരും ഉറ്റവരും ചേർന്നാണ് സ്നേഹാദരവുകൾ കൈമാറാൻ വേദി ഒരുക്കിയത്. കുന്നമംഗലം മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന പോൾ 31 വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. GHSS കുഴിമണ്ണയിൽ നിന്ന് പ്രിൻസിപ്പൽ ആയാണ് വിരമിക്കുന്നത്. ഈ അവസരത്തിൽ സ്കൂളിലും സ്വന്തം വസതിയിലും ഒരുക്കിയ വിരമിക്കൽ ചടങ്ങ് ഏറെ ആഘോഷപൂർവ്വമാണ് നടത്തിയത്. സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കാളികളായി. കുന്നമംഗലം MLA അഡ്വക്കേറ്റ് PT റഹീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയോലാൽ, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, വൈസ് പ്രസിഡന്റ് അനിൽ, CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് സാമുവൽ, മാവൂർ BRCയിലെ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ജോസഫ് തോമസ്, വിവിധ AEOമാർ, കുഴിമണ്ണ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും PTA SMC അംഗങ്ങൾ എന്നിവർ യാത്രയയപ്പ് സംഗമത്തിൽ പങ്കെടുത്തു. ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനം നടത്തുന്ന ഇനിയും നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ അതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കപ്പാസിറ്റി എനിക്ക് മനസ്സിലായി. കാരണം സമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, നവീന ആശയങ്ങൾ പുതിയ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു മനസ്ഥിതി, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം കൈവെക്കുന്നതായിട്ട് മനസ്സിലായി. അതും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതായി മനസ്സിലായി. അത് എങ്ങനെ സമൂഹത്തിലൊരു മാറ്റമുണ്ടാക്കാം, സമൂഹത്തിലൊരു ചാലകശക്തിയാണല്ലോ പ്രധാനമായും അധ്യാപകർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയാണ്. സമൂഹത്തിലൊരു മാറ്റമുണ്ടാക്കാൻ മറ്റാർക്ക് കഴിയുന്നതിനേക്കാട്ടി കൂടുതൽ അധ്യാപകർക്ക് സാധിക്കും. ആ ഒരു സാധ്യത തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പോൾ മാഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിട്ട് ബന്ധപ്പെട്ട് സാറ് സമൂഹത്തിന് വേണ്ടി ഇനിയും കൂടുതൽ പ്രവർത്തിക്കും. ആ ഊർജം സാറിന് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഒരു മോട്ടിവേഷൻ രീതിയിലാണ് സാറിൻ്റെ സംസാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമുക്കൊരു മോട്ടിവേഷനാണ്. ഇത്തരത്തിൽ സാറിന് കൂടുതൽ ഇനിയും സമൂഹത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിശ്രമം ഉണ്ടാവില്ല. പല കാര്യങ്ങളും ഓരോ കുട്ടികളെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളെയും ഇന്നൊരു കുട്ടിയുടെ പേരെടുത്ത് കഴിഞ്ഞാൽ സാറിന് കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണെന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ മറന്നു പോകുന്നില്ലേ. ഓരോ കുട്ടിയുടെയും പേര് അറിയാവുന്ന 1000-ൽ കൂടുതൽ ഹയർ സെക്കൻഡറി 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൽ ഓരോ കുട്ടിയുടെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധം സാറി ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ നിൽക്കുന്ന പരിപാടിയില്ല. നാളെ തൊട്ട് തന്നെ പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം തന്നെ ഞങ്ങളെയും കൂട്ടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും നന്മകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് കിട്ടാനുണ്ടെന്ന് MLA പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, കൂടെയാണ് സഫറോട് സാറ് പറഞ്ഞു, ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഞാനും അത് തന്നെ പറയുന്നു. വളരണം, വളർന്നു ഇനിയും സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് കണ്ട് അഭിമാനിക്കാനുള്ള ഇനിയും ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാവണം. മഞ്ഞുതിരും കളിർമരത്തില്ല
സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ ഇതിനകം KJ പോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 1994 തലശ്ശേരി സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം അദ്ദേഹം ആരംഭിച്ചത്. തുടർന്ന് 1998 നായർക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതാധ്യാപകനായി കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം നിയമനം ലഭിച്ചു. അറിയപ്പെടുന്ന കോഴിപ്പാട്ട് ഫാമിലിയിൽ അംഗമായാണ് KJ പോൾ ജനിച്ചത്. അധ്യാപിക സീന പോൾ ആണ് ഭാര്യ. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെള്ളലശ്ശേരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. മൂത്ത മകൻ അബിൻ പോൾ, ഭാര്യ ഗോപിക അബിൻ, രണ്ടാമത്തെ മകൻ അജയ് പോൾ, മാതാവ് റോസി എന്നിവരടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി നേട്ടങ്ങളിൽ എത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2022 അറേബ്യൻ വേൾഡ് റെക്കോർഡ്, 2022 ടൈം വേൾഡ് റെക്കോർഡ്, 2023 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, 2023 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, 2023 ക്യാമൻ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത് 2017 2005 മികച്ച ഗണിതാധ്യാപകനുള്ള അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2018 ആചാര്യ അവാർഡും 2017 ഈ ലിറ്ററസി അവാർഡും അദ്ദേഹത്തിന് നേടാനായിട്ടുണ്ട്. 2018 ഗ്ലോബൽ ടീച്ചർ റോൾ മോഡൽ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2015 ഗൂഗിൾ സർട്ടിഫൈഡ് ടീച്ചർ, 2022 കുന്നമംഗലം അസംബ്ലി നിയോജക മണ്ഡലം അപ്രിസിയേഷൻ അവാർഡും അദ്ദേഹത്തിന് കിട്ടി. മികച്ച സാമൂഹിക വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനത്തിനുള്ള ബ്രഹ്മകുമാരീസ് പുരസ്കാരം ഡിസംബർ 2024 അദ്ദേഹം ഏറ്റുവാങ്ങി. സർവീസിൽ നിന്ന് ഔദ്യോഗികമായ വിരമിക്കൽ നടത്തിയെങ്കിലും കൂടുതൽ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. എന്തായാലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം ആദ്യം അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും അത് ആരും അറിയാൻ പോകും. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.